കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയ
ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ,
എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. അപ്രതീക്ഷിതമായ മരണം നമ്മളെ ഒഴിവാക്കുന്ന വേദന, ആളോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഓർമ്മകളോട് ചേർത്ത് ദൈവത്തിനോട് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അർപ്പിക്കാം. ജീവിതകാലത്ത് വന്നുപോയ പാകത്തുകളിൽ പ്രധാനങ്ങൾ നമ്മുടെ കണ്ണീരോട് ചേർത്ത് അതൊക്കെയും പരിഹരിക്കാനും ക്ഷമിക്കാനും സന്താനോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് കരുണയുള്ള കർത്താവേ, കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കുകയും ജീവന്റെയും മരണത്തിന്റെയും നാഥനാവും കിട്ടുന്നു പരിശുദ്ധാത്മാവുമായി എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയ്ക്കുന്ന ആളിൽ കർത്താവേ, നീ അറിയുമ്പോൾ കരുണയോടെ നിലനിർത്തണം നല്ലവർക്ക് വലം ഭാവി. ആകാശവും ഭൂമിയുടേതാകുന്നു, ആകാശവും ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നീ സുതരെ നിത്യവിലും ചേർക്കണമേ. അവരെല്ലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ
ഞങ്ങളുടെ ജീവന്റെ കാരണവും മൃഗരെല്ലാരും മിന്നി വിളങ്ങും വചനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിങ്കലമിന്നും പൊങ്ങി മുഴങ്ങും ആഭരണനാദം പൂജിതമല്ലോ. മഹിമാവൊഴുകും മനവരയിൽ ചേർക്കണമീശോ. എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു. നാഥനും ദൈവവുമായ വിഷയങ്ങളുടെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായി അവിടെ നിന്ന് വെറുക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യും. ഭയാനകമായ വിധി ദിവസത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമ്മുടെ ഈ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ മേലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിളിക്കുകയും സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ
വ്യാപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായേ ഹൃദയനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. മഹനീയമായ നേതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമാത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജഡികാശകളും മാഞ്ഞടിയുന്നു. യാത്രക്കാരാ മുന്നിലതാമി കബറിടമല്ലേ, ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നീർപ്പോളകൾ പോൽ എല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, പരിശോധിക്കപ്പെടുന്നവയെ നിന്റെ നാമത്തിന് സമാനമായി നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു, നിന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവേ, ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമായി. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസൻ സ്റ്റീഫന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ യാഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുള്ളൂ. സ്നേഹബന്ധങ്ങളും
നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? യാത്രയായി തീർത്ഥയാത്രയായി പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണുനിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം വിണ്ണിലെ ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. മണ്ണിലെ ഭവനത്തിൽ ചെയ്ത നന്മകളെല്ലാം
ഭവനത്തിൽ വാഴാൻ യോഗ്യത നൽകും. ബുദ്ധിമതികൾ കന്യകകൾ ചെയ്തതുപോലെ സ്നേഹത്തിൻ എണ്ണ പകരാൻ വിളക്കുകളിൽ പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ദൈവവചനം ചെവിക്കൊണ്ടു ജീവിപ്പോരാരും സ്വർഗഗേഹം നഷ്ടമാക്കില്ലെന്നതു സത്യം. ലാസറിൻ സോദരിയായ മറിയത്തെ പോൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തർഹത നേടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ശിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. തസ്കരന്മാർക്കവരാത്ത സ്വർഗഭവനത്തിൽ ശിതലും പുഴുവും തിന്നിടാത്തോരാഗേഹത്തിൽ. കരുതി വയ്ക്കാം ബുദ്ധിപൂർവം ധനമേറയും സ്നേഹമോടെ സഹജർക്കായി പങ്കുവച്ചിടാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി. യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം.
പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. പഴയ ശേഖരത്തിൽ നിന്നും പങ്കുവെക്കുമ്പോൾ പുതിയ ദാനം നൽകി ദൈവം അനുഗ്രഹിക്കും. വിധവയോ തൻ കൊച്ചു കാശു നൽകിയ പോലെ ത്യാഗപൂർവം നൽകി നമുക്കുത്തമരാകാം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. കള്ളനെ പോൽ മരണമെത്തും എന്ന തിരുവാക്യം ദിനവും രാവും മനമതിൽ നാം ഓർത്തുവെക്കണം. അലസരായി നാം തിന്മയിൽ പെട്ടുറങ്ങിപ്പോയാൽ നഷ്ടമാകും നിത്യജീവൻ, അതു നിശ്ചയം. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനും മനുജരുമായി ഇല്ലതോർക്കേണം. ശാശ്വതമായി നിലനിൽക്കും ബന്ധമീ ഭൂവിൽ മർത്യനും മനുജരുമായി ഇല്ലതോർക്കേണം. നിത്യമായി നിലനിൽക്കും ഏകമാം ബന്ധം, സ്നേഹരൂപൻ ഏകനാകും ദൈവവുമായി. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ, കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം.
ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാകിലും ഞാൻ ധനവാനായി എന്നു കൂടെ കൂടെ ചൊല്ലും നരനാണോ നീ. ആത്മം നഷ്ടമാക്കി ലോകം നേടിയെന്നാലും ഫലമതിൽ തെല്ലുമില്ലെന്നോർത്തിടേണം നീ. പോകുന്നു പോകുന്നു എൻ ഗൃഹം തേടി, യാത്രയായി യാത്രയായി തീർത്ഥയാത്രയായി മനമൊരുകല്ലേ കണ്ണു നിറയല്ലേ. മണ്ണിലെ ഭവനം ഇടത്താവളം. ശാന്തി തീരത്തെത്തി നിൽക്കും പൂർവികരോടാ ശാന്തിയിൽ നിലനിൽക്കുവാനായി പ്രാർത്ഥിച്ചിടാം. ശാന്തി തീരത്തെത്തി നിൽക്കും പൂർവികരോടാ ശാന്തിയിൽ നില. പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പലനീരിനെ ആശീർവദിക്കണമേ. ജലസാഗരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമളാസസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനങ്ങളുടെ പാപമോചനത്തിനുമായി അനന്തതികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആരാധിക്കുകയും മഹനീയമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാളെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവൻ തുല്യമാകുന്നു. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുറ്റുപാട്ടടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അവരുടെ സ്ഥലവും
ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ പരമേശ്വരാകുകയും ദയാധികതാൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, മഴയും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, നിന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ. അന്തിമ ദിവസമുയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നേ അഖിലേശ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സ്റ്റീഫൻ ചേട്ടന്റെ നിര്യാണത്തിൽ ദുഃഖാതരായിരിക്കുന്ന പ്രിയ സന്തപ്ത കുടുംബാംഗങ്ങളെ, ഈ നിമിഷം ദുഃഖം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. എത്ര ആശ്വാസ വാക്കുകൾ നമുക്ക് ലഭിച്ചാലും ഇന്ന് നമ്മിൽ നിന്ന് നഷ്ടമായി പോകുന്ന സൗഭാഗ്യം ഇനി നമ്മോടൊത്ത് ഉണ്ടാവുകയില്ല. മറിച്ച് സ്റ്റീഫൻ ചേട്ടൻ ഇന്നു മുതൽ കർത്താവിന്റെ മടിത്തട്ടിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജിനിച്ചേച്ചിയെയും സ്റ്റീജോയെയും ജെയിനെയും ജസ്റ്റിനെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു മാലാഖ ഇന്ന് സ്വർഗത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ മടിത്തട്ടിൽ ഇത്രയും ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്റ്റീഫൻ ചേട്ടൻ ഈ സ്വർഗത്തിലിരുന്ന് നമ്മളെ നോക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നാളെ നമ്മൾ ഓരോരുത്തരും ഇതേ പാതയിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ പക്കലേക്ക് പോകേണ്ടതാണ്. മരണം എന്ന് പറയുന്നത് ഒരു ചെറിയ ഉറക്കം മാത്രമാണ്. അമ്മയാകുന്ന ഭൂമിയുടെ മടിത്തട്ടിൽ നമ്മൾ ഉറക്കം തുടരുകയും ഈ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ദൈവത്തിന്റെ മടിത്തട്ടിൽ ഇരിക്കുവാനുള്ള ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മരണത്തിനപ്പുറത്തെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ച ഒരേയൊരു വ്യക്തി യേശുനാഥൻ മാത്രമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഈശോയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരുടെ മണ്ണിൽ ചുരുങ്ങുന്നതല്ല നമ്മുടെ ജീവിതമെന്നും, മറിച്ച് അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ആശയങ്ങൾക്ക് അതീതമായ സ്വർഗീയമായ ഒരു അനുഭൂതി, ഒരു ലോകമുണ്ട് എന്നുമാണ്. അതുകൊണ്ട് ഈശോയിൽ നോക്കി പ്രതീക്ഷയോടുകൂടി ആ ലോകത്തെ ലക്ഷ്യമാക്കി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടുന്ന് പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിച്ച് എന്നിലൂടെ യാത്ര ചെയ്താൽ മരണമോ ദുഃഖമോ വേദനയോ പ്രവേശിക്കാത്ത തീരാത്ത സന്തോഷം പ്രദാനം ചെയ്യുന്ന പിതാവിന്റെ ഭവനത്തിൽ ഞാൻ നിങ്ങളെ എത്തിക്കും. അവിടുന്ന് നൽകുന്ന വാഗ്ദാനമാണ്. നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്ത് ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നവരാണ്. അതുകൊണ്ട്
ക്രൈസ്തവരായ നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷ നമ്മൾ അവരിൽ എത്തിച്ചേരേണ്ടവരാണ് എന്ന ബോധ്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകം വിട്ട് യാത്രയാകുന്ന സ്റ്റീഫൻ ചേട്ടന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം സ്റ്റീഫൻ ചേട്ടനെ യേശുവിന്റെ സൗന്ദര്യത്തിൽ എത്രയും വേഗം എത്തുവാനുള്ള ശക്തി. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുവാനാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ഒരു വാചകമാണ് ഇത്. നീതിയുടെ മുടി നമ്മുടെ ശിരസിൽ ലഭിക്കുന്നതിനായി ഈശോനാഥൻ പറയുന്ന ചില കൽപ്പനകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുന്ന നമ്മൾ ഈശോനാഥൻ നൽകുന്ന ആ കൽപ്പനകളെ കൂടി പ്രാവർത്തികമാക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. അവിടുന്ന് നൽകുന്ന ഒരേ ഒരു കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്റ്റീഫൻ ചേട്ടൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകും, എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചേട്ടായെ വെറും 2 മാസത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്ത ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പരിചയപ്പെട്ട ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ചിരിക്കുന്ന മുഖത്തോടുകൂടി വന്ന് സംസാരിക്കുവാനുള്ള ചേട്ടായുടെ ആ സന്നദ്ധത മായാതെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു രൂപം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സമയത്ത് ചേട്ടായ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കുവാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥനകൾ മാത്രമാണ്. നാളെ കർത്താവിന് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പിൽ പോകുന്ന സ്റ്റീഫൻ ചേട്ടായെ നമുക്ക് ഒന്നുചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയാക്കി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും ഒരു നാമത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ഒരു ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നവരുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പുറക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ അതിഥിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നീ ആകാശത്തിലും ഭൂമിയിലും വസ്തുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാന്മാരുടെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ
തിരമാലകളാൽ തിങ്ങി മറിഞ്ഞു ഇളകും കടൽ പോലെ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടിക്കേൽപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു. ജീവനും
സ്വന്തം തന്നിൽ
കന്യാമണികൾ കാത്തുകളിപ്പോ രക്ഷയുയരും നൽകും
സർവേശ്വര
ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ ശുഭായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗ്രഹിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്തവരെല്ലാവരെയും ദൈവം സമർത്ഥമായി തീരുമാനമാകട്ടെ. അവിടുത്തെ കൃപാനിരന്തരങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളെയും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം.
ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ.